ദിവസം എന്നെ ഒരാള് ഒരു റീല് ഞാൻ കണ്ട് കുറെ പേര് എന്നെ ടാഗ് ഒക്കെ ചെയ്യാനുണ്ട്. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഒരു കാര്യം പറയാം, ഈ നെഗറ്റീവ് നമ്മൾ കൃത്യമായിട്ടല്ലോ സെക്ഷനും പ്രോസ് ആൻഡ് കോൺസ് കൃത്യമായിട്ട് പറയും എന്ന് പറയുമ്പോൾ ഈ ഫോൺ കൊള്ളൂല, ഇത് പൊട്ടയാണ്, നത്തിങ് നീ എന്നൊക്കെ പറഞ്ഞ് ഞാൻ റിവ്യൂ ചെയ്യില്ല ഇനി നത്തിങ്ങിന്റെ ഫോണുകൾ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഞാൻ പറയില്ല കേട്ടോ. എന്താ വേണം കോച്ചേട്ടൻ തലകുത്തിക്കണം അവിടെ. എനിക്ക് ആകെ പറയാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ, എന്നെ ചൊറിയാൻ വന്നു കഴിഞ്ഞാൽ ഞാൻ മാന്തും. ഞാനത് ചെയ്യാതിരിക്കുന്നത് എനിക്ക് അൺനെസസറി ആയിട്ടുള്ള ഡ്രാമയും ഈ പറയുന്ന ഇതൊന്നും എനിക്ക് താല്പര്യം. ഒന്നാമത്തെ കാര്യം, ടെക് ലോകത്തിലോട്ട് എനിക്കത് കൊണ്ടുവരാൻ യാതൊരു താല്പര്യവും ഇല്ല. ഞാൻ പറയാം, ഞാൻ ചെയ്തത് എൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അവനെ ഞാൻ പേപ്പിട്ടിയെ പിടിക്കുന്ന പോലെ കഴുത്തി കമ്പിയിട്ട് മുറുക്ക് ജീപ്പി കയറ്റി കൊണ്ടു. അത് ഞാൻ ഐ സ്റ്റിക്ക് ടു വാട്ട് ഐ സെഡ്. പക്ഷേ ഞാൻ പറയാം, ബഡ്സ് ഞാൻ ഒരിക്കലും ഈ ബഡ്സിൽ ഗ്രീൻ ലൈൻ വന്നിട്ടുണ്ടോ? അതാണ് ഞാൻ ചോദിക്കുന്നത്. ഈ ബഡ്സിൽ ഗ്രീൻ ലൈൻ വന്നിട്ടുണ്ടോ? ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് സാംസങ്ങിൻ്റെ ഫോണുകളുടെ എതിരെയാണ്, അല്ലാതെ എനിക്ക് നിലപാട് പറഞ്ഞാൽ അതൊന്നുമില്ല. ഞാൻ സാംസങ്ങിനെ അങ്ങനെ അതെന്നല്ല പറഞ്ഞത്. എടോ, ഞാൻ പ്രഗത്ഭനായ ഒരു അഡ്വക്കേറ്റ് ആയിപ്പോയി, ഇല്ലെങ്കിൽ എൻ്റെ വായിലിരിക്കുന്ന വീണനാഥൻ താൻ കേട്ടേനെ. സാംസങ്ങിൻ്റെ ബഡ്സൊക്കെ ഞാൻ എന്നും യൂസ് ചെയ്യുന്നൊരു സാധനമാണ്. ഞാൻ പറഞ്ഞ എൻ്റെ ഒരു കാര്യമാണ്, ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരു കുഴപ്പവും വരില്ല. അവന്മാരെന്ന് ഇയർലി കോൺട്രാക്റ്റും മേടിച്ച് വെച്ചിട്ട് കാശ് ഉണ്ടാക്കാൻ എനിക്ക് ഇവിടെ ഒരു പ്രശ്നവും ഇല്ല. പറഞ്ഞാണോ അല്ലെങ്കിൽ നമ്മൾ പുതിയതാണോ എന്തോ നീ കേട്ടിട്ട്? സാംസങ് എത്ര പ്രോഡക്റ്റാണ് ഇറക്കുന്നത് നിങ്ങൾ തന്നെ നോക്കിയാൽ മതി. അത് വേണ്ടാന്ന് വെച്ചിട്ട് ഇത് ചെയ്യണമെങ്കിൽ എനിക്ക് തലയ്ക്കകത്ത് സത്യം പറഞ്ഞാൽ എന്നെ പറഞ്ഞാൽ മതി, വേറെ ആരെയും പറയണം, എന്നെ പറഞ്ഞാൽ മതി. എൻ്റെ പ്രശ്നമാണ്. എന്തിനാണ് വെറുതെ ഈ നാട്ടുകാരെ ഇല്ലേ, ഇത് ഒരു കാര്യമില്ല. ഞാൻ പോകുന്നു. ബൈ ബൈ. സമയമടുത്തു ദൈവമിതാ ന്യായാധിപനായണയും